അപ്പം പുറകിലത്തെ സ്പോക്കറ്റ് കയറ്റി ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഗൈസ് നമ്മളതേ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ, അതായത് ഇത് duke200 Bs6 മോഡലാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കുറച്ച് വർക്കാണ്. അതായത് വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് മെക്കാനിക്കൽ പരമായിട്ടുള്ള വർക്കാണ്. നമുക്കതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് ഓൾമോസ്റ്റ് തീരാറായി. പിന്നെ നമുക്ക് അല്ലറ ചില്ലറ അതുപോലത്തെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ കട്ടപ്പനയ്ക്ക് പോകണം. കട്ടപ്പനയ്ക്ക് പോയിട്ട് ഇതിൻ്റെ ചെയിൻ സ്പോക്കറ്റും സംഭവങ്ങളും എല്ലാം എടുക്കാനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ കട്ടപ്പനയ്ക്ക് പോകാം കേട്ടോ. ഇതിൻ്റെ കട്ട് ഓഫ് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു റിവ്യൂ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയിൻ സ്പോക്കറ്റിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കും. ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞ് അടിക്കുന്നത്. വണ്ടി ചുമ്മാ സീനാ കേട്ടോ. Bs6 ആണെങ്കിൽ പോലും നമുക്ക് വലിയ പവർ ഡ്രോപ്പ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷെ എന്നാൽ പോലും എന്താ പറയുന്നത്, നമ്മുടെ ആ ഒരു Bs3 Bs4ൻ്റെ അത്രയും പവർ കിട്ടത്തില്ല. ആ ഒരു വണ്ടി ഓടിക്കുന്ന ഫീലൊന്നും ഈ ഒരു വണ്ടിയെ കിട്ടത്തില്ല കേട്ടോ. പക്ഷേ ഈ വണ്ടി ഓടിക്കുന്ന വേറൊരു ഫീലാണ്. ഇനിഷ്യൽ ചെറിയൊരു പവർ ഡ്രോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ വണ്ടി സെറ്റാണ് കേട്ടോ. ടോപ്പ് എൻഡ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം ടോപ്പ് എൻഡ് എടുക്കാൻ പറ്റിയ റോഡൊന്നും നമ്മുടെ ഇവിടെ ഇല്ല. പക്ഷെ വണ്ടി ചുമ്മാ സീനാണ്, നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. ഒരു നോ ഡോഗ്സ് ഓൺ കൺട്രി. ചെയിൻ സ്പോക്കറ്റും കൂടെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ ഒരു സ്മൂത്താവും. ഇപ്പോൾ ആ ഒരു ചെയിൻ സ്പോക്കറ്റിൻ്റെ ചെറിയൊരു എന്താ പറയുന്ന ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലച്ച് ലിവർ മാറാനുണ്ട്. ക്ലച്ച് ലിവർ ചെറിയതായിട്ടൊന്ന് ബെൻഡായിട്ടിരിക്കുവാണ്. അപ്പോൾ അതും കൂടെ മാറണം. അതിൻ്റെയും കൂടെ ചെറിയൊരു എന്തോ ഒരു പ്രശ്നം പോലെ. അപ്പം ഇനിയിപ്പോൾ നേരെ പോയിട്ട് സാധനം എടുക്കണം. സാധനം എടുത്തിട്ട് നേരെ തിരിച്ച് ഇവിടെ വന്നിട്ട് മൊത്തം മാറണം കേട്ടോ. കുറേ പണിയുണ്ട്. ഓക്കെ, അപ്പം നമ്മളിത് കട്ടപ്പന എത്തിയിട്ടുണ്ട്. കട്ടപ്പന ഓൾമോസ്റ്റ് ആ ഒരു കടയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ കയറി സാധനം വാങ്ങിക്കുക. സാധനം വാങ്ങിച്ചിട്ട് കാണാം കേട്ടോ. duke200ൻ്റെ ചെയിൻ സ്പോക്കറ്റ് Bs6 ആണേ. 6 ഓളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അതായത് ചെയിൻ സ്പോക്കറ്റ്, പിന്നെ ഈ ഒരു ക്ലച്ച് ലിവർ, പിന്നെ 2 ഹാൻഡിൽ വെയ്റ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ വെയ്റ്റും കൂടെ വേണമെന്നൊരു ആഗ്രഹം, അതുകൊണ്ട് ഹാൻഡിൽ വെയ്റ്റും കൂടെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ നേരെ നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങാം. ഇത് അങ്ങോട്ട് വാങ്ങിക്കുക, ഫുള്ള് മിസ്റ്റായിട്ട് നിൽക്കുന്നേ ഈ ഒരു സമയത്ത്. ഇപ്പോൾ സമയം ഏതാണ്ട് 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈമിലും വെയിലൊന്നുമില്ല, ഫുള്ള് മൂടിക്കിടക്കുവാണ്. കണ്ടില്ലേ? ആഹാ, കൊള്ളാം. സാധനങ്ങളെല്ലാം ബാഗിൻ്റെ അകത്ത്. അയ്യോ എൻ്റെ പൊന്നെണ്ണ, പുള്ളി എന്താണ് കാണിച്ചത്? പുള്ളി ഇപ്പം വന്ന് ഇടിച്ചേനല്ലോ. പുള്ളി തിരിച്ചു കഴിഞ്ഞിട്ട് ഇൻഡിക്കേറ്റർ ഇടുന്നു. പുള്ളി ബെസ്റ്റ് ടീമാണ് കേട്ടോ. തിരിച്ച് കയറി ഇങ്ങ് വന്നു, നമ്മുടെ സൈഡിലെത്തി. അപ്പോഴേക്കാണ് പുള്ളി ഇൻഡിക്കേറ്റർ, അയ്യോ ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നു പോയല്ലോ എന്ന്. ആ ഒരു സെറ്റപ്പിലായിരുന്നു കേട്ടോ. ചെയിൻ സ്പോക്കറ്റ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോളോണിൻ്റെ ആണ് വാങ്ങിച്ചത്. റോളോണിൻ്റെ 2571 രൂപയാണ് റോളോണിന്. അപ്പം ഗൈസ് നമ്മളതേ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. എൻ്റെ പൊന്നു ഗൈസ്, വിഷയമായിരുന്നു കേട്ടോ അവിടെ. എന്ന് വെച്ചാൽ ഒരു സീനുമില്ല, നല്ല പോലീസുകാരാട്ടോ. നല്ല പോലീസുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ
പക്ഷേ നമ്മളൊരു കൂട്ടുകാരനെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ഇച്ചിരി തീനായിരിക്കും, വലിയ ഇതൊന്നുമില്ല, ചെറിയൊരു പെറ്റ് കൊടുക്കുമെന്നല്ല കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വണ്ടിയല്ല, സ്റ്റോക്കാണ്, പിന്നെ നമ്മുടെ വണ്ടി അല്ലല്ലോ. പിന്നെ അവർ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ കേസാണ് പറഞ്ഞത്, ക്യാമറ വെക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഞാനാണെങ്കിൽ ഇത് സ്വിച്ച് ഞെക്കിയെന്ന് പറഞ്ഞ് ഞെക്കാൻ പറ്റും. പക്ഷെ അവർ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഞെക്കാനും പറ്റും. ഞാൻ ഒന്ന് ഞെക്കി, പക്ഷേ അത് ഓണായില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാൻ പോകാൻ നേരത്താണ് പിന്നെ ആ ഒരു ഷോട്ട് എടുത്തത്. വിറ്റായിരുന്നു കേട്ടോ, സീനൊന്നുമില്ല. ഒരു പറഞ്ഞ് ക്യാമറ ഇങ്ങനെ വെക്കാൻ പാടില്ല, ഇങ്ങനെ അത് ഊരിച്ച് വെച്ചിട്ട് വെക്കോളാം പറഞ്ഞ്. ഞാനപ്പോൾ നേസിന് ഇതിൻ്റെ അകത്ത് വെച്ചു. ഞാൻ പറഞ്ഞു ഇതുപോലെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്ക്രൂ ചെയ്ത് വെക്കാതിരുന്നാൽ മതി, നമുക്ക് ഇതുപോലെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ് ഹെൽമെറ്റിൽ ഇതും വെക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, നമ്മൾ പിന്നെ ഒത്തിരി പറയാനും പോയില്ല. ഓക്കെ, നിയമമാണ്. ഞാനതുകൊണ്ട് ജസ്റ്റ് അപ്പോഴേക്ക് ഊരി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും ഇപ്പം ഇങ്ങോട്ട് മാറിയിട്ടെടുത്ത് വെച്ചതാണ് നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി. നല്ല വലിയ കേട്ടോ, അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ഇടപെട്ടതെല്ലാം. എന്തായാലും കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ നമ്മളിത് ഇവിടെ വന്നിട്ടുണ്ട്. വണ്ടിയുടെ ഇനിയിപ്പം ഈ ചെയിൻ സ്പോക്കറ്റ് അഴിക്കണം. ചെയിൻ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ റോളോണിൻ്റെ ചെയിൻ സ്പോക്കറ്റ്. സാധനത്തിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് എന്താ 2571. അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ച് ലിവറുണ്ട്, പിന്നെ 2 ഹാൻഡിൽ വെയിറ്റ്, അതിൻ്റെ 2 ബോൾട്ടും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സാധനം പെട്ടെന്ന് അഴിക്കാം കേട്ടോ. ഇത് നമ്മൾ സ്റ്റാൻഡേ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ടയർ അഴിക്കണം, കഴിഞ്ഞിട്ട് ചെയിൻ സ്പോക്കറ്റ് അഴിക്കണം, ഫ്രണ്ട് അഴിക്കണം, കുറേ പരിപാടിയുണ്ട്. എല്ലാം പെട്ടെന്ന് ചെയ്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളത് ടയർ ഊരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയിൻ സ്പോക്കറ്റ് ഊരണം, ഇനി ഫ്രണ്ടും കൂടെ വരണം. അതും കൂടെ ഊരിയിട്ട് വേണം ചെയിൻ സ്പോക്കറ്റ് നമുക്ക് മാറാനായിട്ട്. അങ്ങനെ നമ്മളത് ഈ ഒരു ഭാഗം മൊത്തം ഊരിയിട്ടുണ്ട്. അതായത് നമ്മുടെ ചെയിൻ സ്പോക്കറ്റെല്ലാം ഊരിയിട്ടുണ്ട്. കണ്ടില്ലേ, ചെയിൻ സ്പോക്കറ്റ് ഊരി ഇവിടെ വെച്ചും ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ ഈ ഒരു സ്പോക്കറ്റിൽ നിന്നും കൂടി ഇത് ഊരി എടുക്കണം, എന്നിട്ട് പുതിയ സ്പോക്കറ്റ് എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സ്പോക്കറ്റ് കേട്ടോ. കണ്ടില്ലേ, സാധനം സെറ്റാണ്. ഇനിയിപ്പോൾ ഇതും കൂടെ ജസ്റ്റ് പെട്ടെന്ന് ഊരാം നമുക്ക്. അപ്പോൾ ഇതും കൂടെ നമുക്കിനി പെട്ടെന്ന് ഊരാം. ഞാൻ ലൂസാക്കി വെച്ചിട്ടുണ്ട് ഇത്, ഇനിയിപ്പോൾ ജസ്റ്റ് ഊരി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ പുറകിലത്തെ സ്പോക്കറ്റ് കയറ്റി ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് അതിലേക്ക് കയറ്റണം കേട്ടോ. അപ്പോൾ നമ്മളത് ഈ ഒരു ചെയിൻ സ്പോക്കറ്റ് ഫ്രണ്ടിലത്തെ ചെറിയ സ്പോക്കറ്റ് കയറ്റിയിട്ടുണ്ട്, ചെയിനും കയറ്റിയിട്ടുണ്ട്, ഈ സാധനം എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം മുറുക്കണം, ഇത് മുറുക്കണം. പിന്നെ നമ്മുടെ ഗിയർ ലിവർ കയറ്റി വെക്കണം. പിന്നെ ഇവിടെ ഒരു നട്ടുണ്ട്, ഇത് മുറുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ടയർ കയറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് ഈ ഒരു ചെയിൻ സ്പോക്കറ്റ് ഫുള്ള് മാറി കഴിഞ്ഞിട്ടുണ്ട്. പുറകു സെറ്റപ്പാക്കി, ഫ്രണ്ടെല്ലാം സെറ്റപ്പാക്കി വണ്ടി ഓടിച്ച് നോക്കി കേട്ടോ. അപ്പോൾ നമ്മളത് ചെയിൻ സ്പോക്കറ്റ് ഫുള്ള് മാറിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഞാൻ ചെയിനും ഒക്കെ ഇട്ട് ന്യൂട്രായിക്കോട്ടെ. ഫ്രണ്ടെല്ലാം കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ചെയിനും കയറ്റി ടൈറ്റ് ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ ക്ലച്ച് ലിവർ മാറണം, അതുപോലെ തന്നെ അത് ഈ ഹാൻഡിൽ വെയിറ്റ് രണ്ടും സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ഇതും കൂടെ പെട്ടെന്ന് കയറ്റി സെറ്റാക്കിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പരിപാടി എല്ലാം തീർന്നു. വണ്ടി ഓടിച്ചു നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ സെറ്റാണ് കേട്ടോ. ക്ലച്ച് ലിവറും കൂടെ മാറിക്കഴിഞ്ഞപ്പോൾ വണ്ടി സെറ്റായി. ചെയിൻ സ്പോക്കറ്റും കൂടെ മാറിയപ്പം കുറച്ചുകൂടെ നല്ല സ്മൂത്തായി കേട്ടോ വണ്ടി. കൊള്ളാം, നല്ല രസമുണ്ട്. വണ്ടി ഞാനിപ്പം കാണിച്ചു തരാം കേട്ടോ. ഞാൻ അപ്പുറത്ത് എവിടെയെങ്കിലും നിർത്തിയിട്ട് വണ്ടി ശരിക്കൊന്ന് കാണിച്ചു തരാം. ചെയിൻ സ്പോക്കറ്റൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല എന്താ പറയുക, നല്ല സ്മൂത്തായിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൗണ്ടും കൂടെ ഉള്ളതുകൊണ്ട് ഒരു സെറ്റപ്പില്ലായിരുന്നു. ആ ഒരു പുള്ളിങ്ങേ നല്ല രീതിക്ക് കുറവുള്ള പോലെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ചുമ്മാ വേറെ ലെവലായിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചെയിൻ സ്പോക്കറ്റ് മാറിയത്. കണ്ടില്ലേ, ഫുള്ള് സെറ്റാണ്. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ അതും മാറി, ഹാൻഡിൽ വെയിറ്റും കയറ്റിയിട്ടുണ്ട്. ഇപ്പം വണ്ടി ഓൾമോസ്റ്റ് ഫുൾ സെറ്റാണ്. പക്ഷേ വണ്ടിയെ മൊത്തം ചെളിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം ഗൈസ്, ഇതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വേറെ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ചെയിൻ സ്പോക്കറ്റ് മാറി നമ്മുടെ അതിൻ്റെ പരിപാടിയൊക്കെ തീർത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കേട്ടോ ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.